യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുക. നമ്മുടെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. യേശു നമ്മുടെ കർത്താവായിരിക്കുന്നതിൽ സ്വതം നാം എത്ര ഭാഗ്യവാന്മാരായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം യേശുവെ തിരിച്ചറിയുവാൻ കഴിഞ്ഞതാണ്. ആ കർത്താവ് നമ്മളോടുകൂടെ എല്ലാ കാലവും നമ്മളോട് കൂടെ ഉള്ള ഒരു കർത്താവാണ്. സ്തോത്രം. ഒരിക്കലും പാതി വഴിയിൽ നമ്മെ ഇട്ടു പോകുന്നതല്ല, തിരഞ്ഞെടുത്ത് നമ്മെ ചേർത്ത് പിടിച്ച് അനന്ത കോടി വർഷം യുഗായുഗങ്ങൾ പിതാവിനോടൊപ്പം വാസം ചെയ്യുവാൻ വേണ്ടി ചേർത്തെടുത്തതല്ലേ അല്ലേ. നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച താൽക്കാലികമാണോ? നിത്യസ്നേഹത്താൽ. സ്വതം. ആ ദൈവത്തിന് മഹത്വം. സ്വതം. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതം കൊടുത്തുകൊണ്ട് ഒരുമിച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് സ്വതം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ഇന്നത്തെ ദിവസം ആരംഭിക്കുക. ഈ ദിവസം അനുഗ്രഹവും ഐശ്വര്യവും നിറഞ്ഞതായി മാറട്ടെ. നമ്മളത് തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണോ, ഐശ്വര്യ സമ്പൂർണ്ണമാണോ എന്നൊക്കെ നമ്മളത് തീരുമാനിക്കുന്നത്. സ്വതം. അല്ലാതെ നാട്ടുകാരാരെങ്കിലും പറഞ്ഞ് ലോകം പറഞ്ഞ് വിധി വെച്ചല്ല നമ്മളെ അളക്കേണ്ടത്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ ചൂടും നിൽക്കണം. കർത്താവ് ഒരിക്കലും ദോഷം ചെയ്യുന്നതല്ല. കർത്താവ് എല്ലാം 24 hours നിങ്ങളുടെ പ്രാണൻ ഈ ഭൂമണ്ഡലത്തിലുള്ള എല്ലാ നിമിഷങ്ങളിലും അവൻ്റെ സാന്നിധ്യം പ്രസൻസ് നമ്മോടൊപ്പം ഉണ്ട്. ഒരിക്കൽ പോലും വിട്ടു നിൽക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഹാഫ് മൈൻഡഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വിഷയങ്ങൾ ടെൻസായിട്ടും അതും ഇതും ഒക്കെ ആയിട്ട് സമ്മർദ്ദങ്ങളിലൊക്കെ പെട്ട് മാറുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ ദൈവത്തെ പറ്റി ഓർക്കാതെ പോകുന്നത്, ബുദ്ധിയിൽ ആലോചിക്കുന്നത്. ദൈവം ആ ടൈമിൽ ഒന്നും മാറുന്നില്ല. ദൈവം എപ്പോഴും ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നമ്മോടൊപ്പം ഉള്ളവന്. ആ നല്ല കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്നലെ വായിച്ചൊരു വചനം, കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചൊരു വചനഭാഗമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് യോശുവയുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത് വാക്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് 5 ആയിരുന്നു അല്ലേ. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. കൽപ്പിച്ചിരിക്കുക. എന്താ? ഭയപ്പെടരുത്, ഭ്രമിക്കരുതെന്ന് കൽപ്പിച്ചിരിക്കുക. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് കൽപ്പിച്ചിരിക്കുക. ഭയപ്പെടുകയും വേണ്ട, ഭ്രമിക്കുകയും വേണ്ടെന്ന് കൽപ്പിച്ചിരിക്കുക. ഒന്നിനെയും ഭയക്കേണ്ടെന്ന്, ഒരു കാര്യത്തിലും ഭ്രമിക്കേണ്ട. എന്ന കൊടും കാറ്റടിച്ചാലും, വലിയ തിര വന്നാലും, ഏത് കോവിഡ് വന്നാലും, ഏത് ലോകക്ഷാമം വന്നാലും, ഏത് പ്രശ്നങ്ങളിലൂടെ ലോകം യുദ്ധങ്ങളിലോ കെടുതികളിലോ എങ്ങനെ ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും, എത്ര കോടികളുടെ കടം വന്നാലും, ഏത് രോഗം വന്നാലും, ഏത് സാഹചര്യമായാലും, എത്ര വലിയ കലഹമുണ്ടായാലും, എത്ര വലിയ അപമാനമുണ്ടായാലും, എത്ര വലിയ പേരുദോഷമുണ്ടായാലും, ഏതെല്ലാം നിലയിൽ തകർക്കുവാനുള്ള ശത്രുവിൻ്റെ തന്ത്രങ്ങളെല്ലാം വന്ന് നീ തീർന്നു എന്ന് പറഞ്ഞാലും ഭയപ്പെടണ്ട, ഭ്രമിച്ചും പോകേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു പോകേണ്ട, ധൈര്യമായിട്ടിരിക്കാൻ കർത്താവ് ഉറപ്പായി കൽപ്പിച്ചിരിക്കുക. ഒരു ദൈവത്തിൽ പറയാം, എൻ്റെ യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടണമെന്ന്. ഭ്രമിച്ചു പോകണമെന്ന് എൻ്റെ യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചഞ്ചലപ്പെടത്തില്ല. എന്ത് വേണേലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എനിക്കത് വിഷയമുള്ള കാര്യമില്ല. കർത്താവ് എന്നോട് പറഞ്ഞ് ഭയപ്പെടേണ്ട, ചഞ്ചലപ്പെടേണ്ടെന്ന്. ഞാൻ ചഞ്ചലപ്പെടത്തില്ല. ഇവിടെ എന്ത് സംഭവിച്ചാലും എനിക്കറിയാം അവൻ എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല, നന്മയ്ക്കായിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ എൻ്റെ അപ്പൻ. എൻ്റെ യേശു എനിക്ക് നന്മയ്ക്കായിട്ടേ ഉള്ളൂ. തിരുവചനം പറയുന്നത് എന്നെ അവൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം എന്നെ വിളിച്ചത്. അതുകൊണ്ട് എനിക്ക് സകലതും നന്മയ്ക്കായിട്ടല്ലാതെ ഒരു ദോഷവും വരുന്നതില്ല. നന്മയ്ക്കായിട്ട് അത് കൂടി വ്യാപരിച്ചിരിക്കും. ഉറപ്പ്. അങ്ങനെ ചഞ്ചലചിത്തമായി വിശ്വസിച്ചിട്ട് അങ്ങ് നിൽക്കണം. നല്ല തൻ്റെ ഇടത്തോടെ നെഞ്ചും വിരിച്ചങ്ങ് നിൽക്കണം. അവിടെ പിശാച് ലജ്ജിച്ചു പോകും. നിനക്കെതിരെ നിൽക്കുന്ന പ്രതിയോഗി ഭയന്നോടിപ്പോവും. ഭയപ്പെടുത്താൻ വന്നവൻ ഭയന്നോടിപ്പോവും. നമ്മളെ ഭ്രമിപ്പിക്കാൻ വന്നവൻ അവൻ ഭ്രമിച്ചോടും. സ്തോത്രം. അതാ ദൈവജനത്തിന്റെ പ്രത്യേകത. അവൻ വാങ്ങി നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുണ്ട്. എവിടെ പോയാലും കൂടെയുണ്ട്. ഏത് വഴികളിലും, ഈച്ച് ആൻഡ് എവരി സെക്കൻഡ്. കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യോഹന്നാൻ സുവിശേഷം 15 എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അപ്പോൾ തിരുസാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളോടൊപ്പം ഉണ്ട്, എങ്ങോട്ട് തിരിഞ്ഞാലും. അതുകൊണ്ട് ഒരു നിമിഷം പോലും നമ്മെ വിട്ട് പിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കർത്തൃത്വം നടത്തുന്നയാൾ കൂടെയുണ്ട്. സർവശക്തനായവൻ കൂടെയുണ്ട്. കർത്താവ് നടത്തുന്നത്. ഈ മിനിറ്റ് നടക്കാമെന്ന് കർത്താവ് അറിഞ്ഞിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് കർത്താവ് അറിയാത്തത് എനിക്ക് ഹാനികരമാകുന്നു, എനിക്ക് ദോഷകരമാകുന്നു ഒന്നും വരുന്നില്ല. എന്താണത് സംഭവിച്ചെങ്കിലും ദൈവനാമത്തിന് മഹത്വമാകുന്ന നിലയിലേ അത് ചെയ്യത്തുള്ളൂ. ആ കാര്യത്തിൽ നല്ല ദൃഢനിശ്ചയം നാം ഓരോരുത്തരും പ്രാപിച്ചിരിക്കും. എന്താണെങ്കിലും നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പ്, ധൈര്യമുള്ളവനായിരിക്കുക. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ഭയപ്പെടണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടി. നല്ല ധൈര്യശാലിയായിരിക്കണം, ഉറപ്പുള്ളവരായിരിക്കണം. ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കണം. ഒരു വാക്ക് പറഞ്ഞത് ഉറച്ചിരിക്കണം. എന്നെ വിഷയം ഉണ്ടെങ്കിലും കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എനിക്ക് തുണയാണ്, ഞാൻ പേടിക്കത്തില്ല. കർത്താവ് എനിക്ക് വേണ്ടി മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും, ഞാൻ അവിടെ നിൽക്കും. കർത്താവ് പറയുകയാണ് നീ ഉറപ്പോടെ, ധൈര്യത്തോടെ, സ്തോത്രം, ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. അപ്പോൾ ഉറപ്പും ധൈര്യവും കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്.
നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. ദൈവവചനമൊക്കെ ആയിട്ട് ഇറങ്ങിയാൽ നല്ല ധൈര്യത്തോടെ വേണം ഇറങ്ങാൻ. നല്ല ഉറപ്പായിരിക്കണം ഞാൻ ആരെയാണ് പ്രസംഗിക്കുന്നതെന്ന്, അല്ലേ? നല്ല ഉറപ്പ്. ഞാൻ ആരെയാണ് പിൻപറ്റിയത്? പൗലോസ് ഞാൻ ആരെ പിൻപറ്റിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പം നമുക്ക് നല്ല ഉറപ്പ് വേണം. ഞാൻ ആരെ സേവിക്കുന്നതെന്ന് നല്ല ഉറപ്പ് വേണം. അവൻ എൻ്റെ ഉപനിധി, അവൻ എന്നെ അന്ത്യത്തോളം കാക്കാൻ പര്യാപ്തനാണ്. അത് നല്ല ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ നിസ്സാര വിഷയങ്ങൾ, നിങ്ങൾക്ക് വലിയ വിഷയങ്ങളാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വലിയ വിഷയങ്ങളാണ്. കേട്ടിരിക്കുന്ന മറ്റു പലർക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നും. കോടിക്കണക്കിന് രൂപ കടമുള്ള ഒരാളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് 10,000 രൂപയുടെ അത്യാവശ്യമുള്ള കട എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു 10,000 രൂപയുടെ കടയല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിലപ്പം അവർ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം 10,000 രൂപക്കാരനെയും 10 കോടിക്കാരനെയും ദൈവത്തിന് ഒരുപോലെ തന്നെയാണ്. എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ടായിരുന്നു. എന്നോട് ഇപ്പോൾ കടഭാരം പറയുന്നവരൊക്കെ 5,000 രൂപയുടെ 7,000 രൂപയൊക്കെ ഇന്ന് പോയിട്ട് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലായി, കർത്താവ് 5,000 രൂപയുടെ 7,000 രൂപയുടെ എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. കർത്താവ് നടത്തും. എന്നെ ഇതുപോലെ നടത്തിയല്ല, ഇത്രയും വലിയ വിഷയങ്ങളിൽ നിന്ന് കർത്താവ് നീ എന്നെ അത്ഭുതകരമായി നടത്തിയില്ല. അതുകൊണ്ട് എനിക്കറിയാം അവരെ അത് നടത്തുമോ. എനിക്ക് നല്ല ധൈര്യത്തോടെ പറയാൻ പറ്റും. അത് എനിക്കല്ല ഉറപ്പ് ആ കാര്യത്തിൽ അന്നേരം ഉണ്ട്. അപ്പോൾ ഒരാൾ പറയാം, പക്ഷേ ഒരു 12,000 രൂപ വൈകുന്നേരം 5 മണി ഞാൻ കൊടുത്തില്ലെങ്കിൽ എനിക്ക് കിടക്കപ്പുറത്തി ഉണ്ടാകത്തില്ല, അവരെന്നെ വെച്ചേക്കത്തില്ലെന്നൊക്കെ പറയുന്നതിന് ഞാനടങ്ങി എന്തെങ്കിലും 10,000 രൂപയ്ക്ക് അങ്ങനെ ഒരു വിഷയം എന്തിനു ഭാരപ്പെടേണ്ടതായിരുന്നു? ഇതിനേക്കാൾ വലിയ തീ കോരി ഇടുന്നതിൻ്റെ നടുവിൽ നിന്ന് ഞാനേ ഇറക്കിക്കൊണ്ട് വന്നൊരു തമ്പുരാനുണ്ട്. ആ തമ്പുരാൻ ഇവരെയും വിടുവിക്കും. അതുകൊണ്ടാണ് ഞാൻ ധൈര്യം പറയുന്നത്. നിങ്ങളൊന്നും വിഷമിക്കേണ്ട, അത് നടന്നോളൂ. 5 മണിയാകുമ്പോൾ നടക്കേണ്ട നടത്തിയിരിക്കും. കർത്താവല്ലേ ഉള്ള, ധൈര്യമായിട്ടിരിക്കും. ഇനി അഥവാ അതിനകത്ത് എന്തെങ്കിലും ഒരു ഡിലേ വന്നാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആരും വായും കിറിയും പൊളിച്ച് മിണ്ടാൻ പോകുന്നില്ല. നിന്നെ ഒരു വിധത്തിലും ദോഷം ചെയ്താൻ പോകുന്നില്ല. അതെനിക്ക് പറയാൻ നല്ല ആർജവുമുണ്ട്. സ്വതം ദൈവത്തിന് മാത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കർത്താവ് പറയാൻ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക എന്നാണ്. ധൈര്യവുമുള്ളവനായിരിക്കുക. ഒന്നിലും ഭയപ്പെടരുത്. ആരെങ്കിലും അതിലേ പോയി ഇതിലേ പോയി എന്നൊന്നും പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞെന്നും പറയും, അയ്യോ അവരങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, അവരുടെ വീട് ജപ്തി ചെയ്തു പോയി, പണ്ട് കഴിഞ്ഞ 10-15 വർഷം മുമ്പ് ഇന്നൊരു വിഷയം ഉണ്ടായി, അവർ ആകെപ്പാടെ 50,000 രൂപ എടുത്തുള്ളവർ വീട് ജപ്തി പോയി, വലിയ വീടായിരുന്നു, മുഴുവൻ പോയി. ഒന്നുമില്ല. അത് അവിടെ പോയി. നിൻ്റെതിനകത്തൊന്നും പോകാൻ പോകുന്നില്ല. അത് വേറെ കാര്യം കേട്ടോ. അതുപോലെ തന്നെ മറ്റവർക്ക് അവിടെ മുഴയായിരുന്നു, കഴുത്തിന് താഴെയായിരുന്നു മുഴ, അവരുടെ മറ്റേ ചെസ്റ്റിൻ്റെ മുകളിലായിരുന്നു മുഴ. ആ മുഴ അവരുടെ സർജറി ചെയ്തപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ലാസ്റ്റ് കിടന്ന് അന്നേരം ശാസിച്ചോണം. അത് പറയുമ്പോഴേ നല്ല ധൈര്യം നമുക്കുണ്ടായിരിക്കണം. എനിക്കൊന്നും സംഭവിക്കത്തില്ല. ഏത് മുഴയാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അത് നീങ്ങിപ്പോവും. ഏത് ബയോപ്സി അയച്ചാലും അതെല്ലാം ഒരു ദോഷവും വരാതെ എനിക്ക് അനുഗ്രഹമായി മാറും. നല്ല ഉറപ്പോടെ അങ്ങ് പ്രഖ്യാപിച്ചോണം, പറഞ്ഞോണം, നല്ല ഉറപ്പിൽ നിന്നോണം. ദൈവം എന്നെ സൗഖ്യമാക്കി. ഉറപ്പാ. നല്ല ധൈര്യത്തോടെ നിന്നോണം. ഞാൻ സൗഖ്യം പ്രാപിച്ചു. ധൈര്യത്തോടെ നിന്നോണം. സാമ്പത്തിക വിഷയങ്ങളിലാകട്ടെ അതുപോലെ തന്നെ ദൈവം എൻ്റെ കാര്യങ്ങൾ നീക്കും. അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തോണം എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്നിരിക്കും ക്രിസ്തുയേശുവിലൂടെ. അതിൽ ഉറച്ചോണം, ധൈര്യമായിട്ട് നിന്നോണം കേട്ടോ. ചഞ്ചലയിത്തപ്പെടണ്ട. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാവിലെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, വാക്കുകൾക്ക് വിരാമം കുറിക്കുക. തിരുവചനം ഇങ്ങനെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉണ്ട് കേട്ടോ. എവിടെ പോയാലും കൂടെ ഉണ്ട്. ഞാൻ ഇനി പ്രത്യേകിച്ച് സ്ഥലം എടുത്ത് പറയണോ? നിങ്ങൾ പോകുന്ന സ്ഥലം പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ നിങ്ങളെവിടെ. അവിടെയെല്ലാം കൂടെ ഉണ്ട്. കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനറിയാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിരുന്നല്ലോ. കർത്താവ് കൽപ്പിച്ചിരിക്കുക. സ്തോത്രം. ഇനി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ധൈര്യമായില്ലേ? ഉറപ്പായില്ലേ? ആയില്ലെങ്കിൽ ഇപ്പം പറയണം, ഉറച്ചോണം. ഉറച്ചു എന്നങ്ങ് പറ. ഞാൻ ഉറച്ചു, യേശു എൻ്റെ കൂടെ ഉണ്ട്. എല്ലായിടത്തും എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ഉറച്ചു. എന്നാൽ ഇനി നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഉറപ്പായെങ്കിൽ കണ്ണുകളടച്ചോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളും ഒരുപാട് പറയാനും പങ്കുവയ്ക്കാനും ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ കൊടുക്കാം. ഞാനും നിങ്ങളുടെ കൂടെ ഒരുമനപ്പെടുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തിരുവചനത്തിലേക്ക് അടുത്ത് വരികയാണ്. കർത്താവേ സ്വതന്ത്രം ഇന്ന് കേൾപ്പിച്ച വചനം പോലെ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് ഉറപ്പ് നൽകി. എവിടെ പോയാലും കൂടെ ഉണ്ടെന്ന് കർത്താവ് ഉറപ്പ് നൽകിയിരിക്കുകയാണല്ലോ. ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ആദ്യമായി കാണുന്നവരും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നവരും, ആവശ്യഭാരത്തോടെ കാണുന്നവരും, വേദനയോടെയും കണ്ണുനീരോടെയും കാണുന്നവരും, രോഗത്തോടെയും കാണുന്നവർ, ആശങ്കകളോടെ കാണുന്നവർ, നിരാശയോടെ കാണുന്നവർ, സകലരെയും കർത്താവിൻ്റെ കരങ്ങളിൽ തിരി. കർത്താവേ, അങ്ങ് സകലത്തിൻ്റെയും ആശ്വാസദായകൻ, സകലത്തിൻ്റെയും പരിഹാരകനാണ്. സർവശക്തനായ ദൈവം, ഞങ്ങളുടെ അപ്പൻ. കർത്താവെ, ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് പറയുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവർ വിഷമങ്ങൾക്ക് അവിടുന്ന് പരിഹാരം ഒരുക്കണമേ. ഒരു സംഘടന വിമോചിക്കണമേ. ഈ പകൽക്കാലം അവർക്ക് സന്തോഷിപ്പാൻ അവസരം ഒരുക്കണമേ. ഇന്നത്തെ ദിവസം അവരുടെ ജയോത്സവത്തിൻ്റെ ദിവസമാകണമേ. അവർ കടന്നു പോകുന്ന മേഖലകളിൽ അങ്ങയുടെ സാന്നിധ്യം രുചിച്ചറിയുവാൻ ഇടയായിരിക്കണമേ. അവരുടെ വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ വിടുതൽ കണ്ടവർക്ക് ആനന്ദിപ്പാൻ ഇടയാകണമേ. ഉള്ളങ്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും തന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് കർത്താവ് സ്കൂളുകൾ, എക്സാമുകളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണമേ. കർത്താവ് വരുന്ന ക്രിസ്മസ് ദിനങ്ങളൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ, ആഘോഷങ്ങൾക്കൊക്കെ അവർക്ക് സാഹചര്യങ്ങളില്ലാഞ്ഞിരിക്കുന്നവരൊക്കെ കൊണ്ട് ദൈവം അവരെ കരുതുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഹാരമില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വിടുതലും ആശ്വാസം കൊടുക്കണമേ. ഈ ദിവസങ്ങളിൽ വെക്കേഷൻ വരുന്നു. വെക്കേഷൻ ദിവസങ്ങളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് വിശ്വസ്തയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയമുള്ളവരെ സഹായിക്കണമേ. തൃക്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും തന്ന് ഈ
പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ അനുഗ്രഹിക്കുകയാണ്. പിതാവ് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ചാനൽ വണ്ണിലെ ഓരോ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുന്ന അവരുടെ തലമുറകളെയും അവരുടെ വരുമാനങ്ങളെയും അവരുടെ ആരോഗ്യത്തെയും സമ്പത്തിനെയും അവരായിരിക്കുന്ന രാജ്യങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കൃപയുടെ കരങ്ങളിൽ സൂക്ഷിച്ചാണ് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് കാണാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ. ഗഡ് ബ്ലസ് യു, ലവ് യു ഡിയർ ഓൾ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു കമൻറ്റൊക്കെ അതിനായിട്ട് എഴുതണം. പുതുതായിട്ടുള്ളവരൊക്കെ ആണെങ്കിലും ഒരു കാണുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ്, ഒരു ആമേനോ സ്വോത്രമോ ഒക്കെ എഴുതണം. അപ്പം നിങ്ങളെയും കൂടി ഓർത്ത് എനിക്ക് സ്വോത്ര പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ചിരിക്കുക. ഗഡ് ബ്ലസ് യു വൺസ് അഗെയിൻ. ലവ് യു.